ഒലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വൈറ്റ് ടേപ്പ് വെച്ചിട്ടാട്ടോ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ഭംഗിയുണ്ട് കാണാൻ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് വാഷ് ചെയ്യുകയും ചെയ്യാം. അധികം കളറൊന്നും കൊടുത്തിട്ടില്ല. ഇനി വേറെ കളറ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കാം കേട്ടോ. ഇന്ന് വൈറ്റ് ടാപ്പ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി വൈറ്റ് ടാപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വണ്ണത്തിലുള്ള 2 കമ്പി എടുത്തിട്ടുണ്ട്. വണ്ണത്തിലുള്ളത് 1 എടുത്തിട്ടുണ്ട്, വണ്ണമെല്ലാം കുറഞ്ഞ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട്, കത്രിക കട്ട് ചെയ്യാൻ ഒരു കട്ട് എടുത്തിട്ടുണ്ട്, ഒരു ഈ കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്, ത്രെഡും എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. ഇത് കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. മോഡൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യം നമ്മൾ ഈ ചെറിയ കമ്പി എടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പാത്രം അത് നമ്മൾ വെറുതെ ഇങ്ങനെ വളച്ചിട്ട് ഇന്നത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇങ്ങനെ വളച്ച് വെച്ചിട്ട് പിന്നെ എടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഇങ്ങനെ പിരിക്കുക. ഉണ്ടോ, ഇങ്ങനെ പിരിച്ചിട്ട് ഇത് വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നമുക്കൊരു 5 പീസ് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ. അപ്പം ഞാൻ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു 2-3 പൂവ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. മോഡലാക്കിയിട്ട് ഇതേപോലെ ഒരു 5 പീസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ 5 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് അധികമൊന്നും ആവശ്യമില്ല കേട്ടോ, പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഫ്ലവറിൻ്റെ ഈ കമ്പി ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുക്കുന്നത് എന്താ വെച്ചാൽ കട്ടി കിട്ടുകയും ചെയ്യും. പിന്നെ ഈ പശ കാരണം നന്നായിട്ട് ഒട്ടും ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ റൗണ്ടിന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ അറ്റം വരുന്ന ഭാഗം ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിക്കണം. കൂട്ടിപ്പിടിച്ചിട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ കണ്ണു ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കാം നമുക്ക്. ഉണ്ടല്ലേ, ശരിക്കും ഒരു ഇതളിൻ്റെ രൂപമായി കേട്ടോ. ഉണ്ടല്ലേ, ഇതേപോലെ നമുക്ക് ഈ 5 ഇതളും ബാക്കി 4 ഇതളും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് കാലം നിൽക്കും ചെയ്യും. ഈ കമ്പി ഇതിൻ്റെ ഉള്ളിലുള്ള കാരണം പെട്ടെന്ന് നാശമായി പോവില്ല. അധികമൊന്നും ആവശ്യമില്ല. ഇനി ഇതേപോലെ പൂവുണ്ടാക്കാൻ അറിയാത്ത ആൾക്കും കൂടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കളർ കൊടുക്കാതെ തന്നെ നല്ല ഭംഗിയുണ്ട്. ഞാനിതിൻ്റെ നടുക്ക് മാത്രം ഒരു ചെറിയ കളർ കൊടുക്കുന്നുള്ളൂ, ബാക്കിയുള്ള ഭാഗത്തൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ പിടിച്ചിട്ടൊന്ന് തിരിക്കുക. ഭാഗം കുഴിച്ച് കൊടുത്തിട്ട് ഇവിടെ മാത്രം ഒന്ന് വളച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ ഇത് ഇങ്ങോട്ട് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഉള്ളിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ വളച്ചു കൊടുക്കുക. ഇതേപോലെ നമുക്ക് ഈ 5 ഇതളും ഒന്നുണ്ടാക്കിയെടുക്കാം കേട്ടോ. ശരിക്കൊരു പൂവിൻ്റെ ഇതള പോലെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ 5 ഇതളും ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇതിങ്ങനെ ഒരു കൊലയായിട്ട് കുറേ ഉണ്ടാക്കിയെടുത്താൽ നല്ല രസമാട്ടോ കാണാൻ. അപ്പം ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള മോഡൽ മാത്രമാണ് കാണിക്കുന്നുള്ളൂ. നിറച്ചുണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇവിടെ 5 ഇതളും ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ഈ കമ്പി ഉള്ളിൽ വെച്ച കാരണം നല്ല കട്ടി കിട്ടുന്നുണ്ട്. ഇനി ഇതേപോലെ ഒരു നീളം പീസ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മളിതിൻ്റെ സെൻറ്റർ പശയുള്ള ഭാഗത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിനെ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മളിതിൻ്റെ നടുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതാക്കി ഇതേപോലെ അറ്റം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മളിതിവിടെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ.
കട്ട് ചെയ്തെടുത്തിട്ട് ഈ കമ്പി ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. കമ്പി ഞാൻ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊന്ന് ടൈറ്റായി ഒന്ന് കെട്ടി കൊടുക്കാം. ടൈറ്റാക്കി ഒന്ന് കെട്ടി കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളിത് ഇങ്ങനെ ഒന്നാക്കി കൊടുത്തിട്ട് ഇതിൽ ഓരോ ഇതളും വെച്ചിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കാം കേട്ടോ. 5 ഇതളും ഇതിൻ്റെ 4 പുറത്ത് വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. നല്ല ടൈറ്റാക്കി കെട്ടുക. 3 ഇതൾ വെച്ചിട്ടുണ്ടാക്കിയാലും ഒരു പൂവാവും, 4 ഇതൾ വെച്ചിട്ടുണ്ടാക്കിയാലും ഒരു ഭംഗി ഉണ്ടാവും, 5 ഇതൾ വെച്ചാലും രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 ഇതൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഇതിനെ കൂട്ടിയിട്ട് വേണമെങ്കിലും ആക്കാം, വിടർത്തിയിട്ട് വേണമെങ്കിലും ആക്കാം. ഞാൻ ഇങ്ങനെ വിടർത്തി വെച്ചിരിക്കുക കേട്ടോ, വിടർത്തിയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ടാപ്പ് നന്നായിട്ട്. അപ്പം 5 ഇതളായിട്ടുള്ളൊരു പൂവ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കൊടുത്താലും നല്ല രസം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പിങ്ക് കളറ് ഇതിൻ്റെ നടുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചിങ്ങനെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ രസം ഉണ്ടാവും. ചെറുതായിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ കടക്കിൽ മാത്രമായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്താട്ടോ ഈ ഫ്ലവറൊക്കെ. ഇതിങ്ങനെ കുറേ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊലയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, താങ്ക് യു.